ഇന്ത്യൻ സൂപ്പർ ലീഗ് നിറം മങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഇന്നത്തെ ചർച്ച അതാണ്. ശരിക്കും പറഞ്ഞാല് ഞാനിങ്ങനെ ISL-നെ പറ്റിയിട്ട് ഇപ്പൊ ISL തുടങ്ങിയല്ലോ. ഞാൻ ചില സമയത്ത് എറണാകുളം വരെ പോയായിരുന്നു കേട്ടോ. എറണാകുളത്താടാ അല്ലെങ്കിൽ ആരിലൊക്കെ വിളിച്ച എവിടെ എറണാകുളത്താ എന്നൊക്കെ പറഞ്ഞ എന്തൊറ്റി അവിടെ എന്തൊറ്റി എറണാകുളത്ത് പോയെ? ഞാൻ ISL ഒക്കെ തുടങ്ങിയോ? ഈ ഒരു അവസ്ഥയിലൂടെയാണ്, ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ISL കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആളുകളൊക്കെ ISL മറന്നു തുടങ്ങിയിരിക്കുന്നു. ISL എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ISL-ഒക്കെ ഇപ്പോഴും ഉണ്ടോ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആളുകൾ. അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. AIFF-ന്റെ പിടിപ്പുകേട് എന്നതിനപ്പുറത്ത് നമുക്കിതിനെ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു സാധനം, ഈ ISL-നെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ISL എങ്ങനെ പഴയ പ്രതാപത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു രീതിയിലേക്ക് ISL ഇനി എങ്ങനെ പൊങ്ങി വരും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഓരോ ഫുട്ബോൾ ആരാധകനും ഇപ്പോൾ ഉള്ളത്. കാരണം ISL-ന് വേണ്ട ഒരു സംഗതി ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു രീതിയിലുമുള്ള മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോ എന്താ പറയാ, ആളുകളൊക്കെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മുടെ ടീം ബ്ലാസ്റ്റേഴ്സിന്റെ കേസും നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സും ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ മലയാളികളും ഏറെക്കുറെ ഇങ്ങനെ കെട്ടടങ്ങിയ ഒരു മട്ടിലാണ് ഉള്ളത്. അപ്പം ISL മൊത്തത്തില് കയ്യിൽ നിന്ന് പോയി നിൽക്കുക. അപ്പം ഇപ്പൊ നെക്സ്റ്റ് ഇയർ മുതൽ 10 വർഷത്തേക്ക് ആരോ കരാർ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇനി നെക്സ്റ്റ് 10 വർഷത്തേക്ക് എടുത്താലും ISL-നെ ആ രീതിയിലേക്ക് ആളുകൾ കാണണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനു പറയണം, സ്റ്റേഡിയത്തിലേക്കെങ്കിലും ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ നടത്തിയാൽ പോരാ, അല്ലെ ഇതിന് മുമ്പുള്ള സീസണുകളിൽ നടത്തിയാൽ പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമുക്കറിയാം, നമുക്ക് 2 രീതിയിലുള്ള പ്ലാൻസ് ആണ് എന്റെ കയ്യിലുള്ളത്. എന്റെ കയ്യിലെന്നല്ല, അതാണ് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം. ഒന്ന്, ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ലീഗിന് വേണ്ടത് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമാണ്. സോ അത് നമ്മൾ കൊണ്ടുവരിക. അതിന് ഒരു ടീം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ മോഹൻ ബഗാനെ പോലുള്ള ടീം ഇത്രയും പ്ലേയേഴ്സിനെ വാങ്ങി വെച്ച്, അല്ലെങ്കിൽ അവരുടെ ടീം മാത്രം ഇങ്ങനെ പോളിഷ് ചെയ്തത് കൊണ്ട് ഒരു ലീഗ് ഒരിക്കലും, അതും ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ലീഗ് ഒരിക്കലും വളരില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ബഗാൻ ഈ ടീമിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വരെ നമുക്കറിയാം. സോ ഈ പ്ലേയേഴ്സിനൊക്കെ അവര് കാണിക്കുന്ന ക്യാഷ് തന്നെയാണോ കൊടുക്കുന്നത്, അതോ അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ മെഗാനിൽ മാത്രം ഇത്രയും പ്ലേയേഴ്സ് എത്തുന്നു എന്നൊക്കെ ഉള്ളത് ചർച്ചയിലിരിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഇപ്പം ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒരു ടീം മാത്രം അങ്ങ് ബെറ്റർ ആയാൽ പോരാ, അല്ലെങ്കിൽ ഒരു ടീം മാത്രം എന്നും കപ്പടിച്ചാൽ പോരാ. നമുക്ക് വേണ്ടത് ഇവിടെ കോമ്പറ്റീഷൻസ് ആണ്. എല്ലാ ടീമുകളും കട്ട കളി വരണം. അപ്പോഴാണ് ഒരു ലീഗ് അതിന്റെ ക്വാളിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പൊ എല്ലാ ടീമുകളും ഒരേപോലെ കിടപിടിക്കാൻ പറ്റുന്നത് പോലെ നിൽക്കണം. അപ്പോ നമ്മളിവിടെ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സും ബഗാനും തമ്മിലുള്ള എൽ ക്ലാസിക്കോയുടെ അവസ്ഥ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞത്. നമുക്ക് ക്വാളിറ്റി ഫുട്ബോൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിലവാരമുള്ള പ്ലെയേഴ്സ് വരണം. നിലവാരമുള്ള പ്ലെയേഴ്സ് ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ വേണം. സോ അതിനൊക്കെ നമ്മുടെ ഫെഡറേഷൻ മുമ്പിട്ട് ഇറങ്ങണം. ക്ലബ്ബുകളുടെ ബഡ്ജറ്റുകൾ കൂട്ടണം. അപ്പം ഇവിടേക്ക് സ്പോൺസേഴ്സ് എത്തണം. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ AIFF മാത്രമല്ല, സോ നമ്മുടെ ഗവൺമെന്റും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആവണം. സോ നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത്, സത്യം പറയാൻ നമ്മുടെ ഗവൺമെന്റിന് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ, ഫുട്ബോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് രാജ്യത്തിന്. ഒരു രാജ്യത്തിന് അവരുടെ സ്പോർട്സ് മേഖലയിൽ വേൾഡ് വൈഡ് അറിയപ്പെടാനും, അല്ലെങ്കിൽ ആ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര അർജന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഫുട്ബോൾ എന്നത് ഇപ്പോഴും അറിയില്ല. കാരണം ഒരുപക്ഷെ ഇന്ത്യക്കാരാണല്ലോ, ഇവർക്ക് ഫുട്ബോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. നമുക്കത് പറഞ്ഞത് കാര്യമില്ല അവരെ. അപ്പോ നമുക്ക് ഒന്നെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഗെയിം കൊണ്ടുവരും. അപ്പൊ ക്വാളിറ്റി ഗെയിം വരണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കും. പ്ലേയേഴ്സ് പലരും വരണം. പിന്നെ പതിയെ ഓരോ ക്ലബ്ബുകൾ ഡെവലപ്പായി വരണം. നമുക്കിപ്പോ 12 വർഷമായിട്ട് നമുക്ക് അത്ര വലിയ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് സാധ്യതയെങ്കിൽ ISL എന്ന് പറയുന്ന സാധനം കുത്തനെ താഴേക്ക് വീഴാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ഈ കേരളത്തിലും അതേപോലെ കൊൽക്കത്തയിലും മാത്രമാണ് സ്റ്റേഡിയത്തിൽ അത്യാവശ്യം ആള് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോവയിലും അത്യാവശ്യം കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഫുട്ബോൾ ഫാൻസ് ഇല്ലാഞ്ഞിട്ടാണോ, ഫുട്ബോൾ കാണാത്തവർ ഇല്ലാഞ്ഞിട്ടാണോ? പ്രീമിയർ ലീഗ് ഒക്കെ ഇന്ത്യയിലെ വ്യൂവർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോ ഫുട്ബോൾ ഫാൻസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. സോ അവരൊന്നും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് ക്വാളിറ്റി. അവരൊക്കെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഫുട്ബോൾ ഇല്ലാത്തത് കൊണ്ട് അവര് എന്തൊന്ന് കളിയത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ യൂറോപ്യൻ ഫുട്ബോൾ കാണുന്നവരാണ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ISL ഒന്നും കാണാറില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവര് ക്വാളിറ്റിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ പറയും വേണം, അതിപ്പം നമുക്കറിയാലോ, രണ്ട് ക്വാളിറ്റിയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാണണ്ടേ എന്നൊക്കെ പറയുമ്പോഴും അവര് അങ്ങോട്ട് വില്ലിങ് അല്ല കാണാൻ. പക്ഷെ അവരൊക്കെ നമ്മൾ ആകർഷിക്കേണ്ടിയിരിക്കുന്നു. അവരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. സോ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ക്വാളിറ്റി ഫുട്ബോൾ കൊണ്ടുവരാനുള്ള. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ പോലെ രാജ്യത്തിന്
ഫുട്ബോളിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുന്നതിൽ യാതൊരു പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വരട്ടെ, ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരെ ഇങ്ങോട്ടേക്ക് വരണം, ക്ലബുകളുടെ ബഡ്ജറ്റ് കൂടണം, പിന്നെ ഈ ഫോറിൻ പ്ലേയേഴ്സിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ മാറണം. ഈ പറയുന്ന 6 പ്ലേയേഴ്സിനെ മാത്രമേ സൈൻ ചെയ്യാവൂ എന്നൊക്കെയുള്ള സാധനം മാറ്റൂ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒക്കെ കുറച്ചുകൂടെ ഫ്രീ ആക്കൂ. എന്നിട്ട് കുറച്ച് എന്റെ ഒരു പ്ലാൻ ഇതാണ്, കുറച്ച് എന്താ പറയാ ഫെമിലിയർ ഫേസസ് ISL വരട്ടെ. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് വന്നാൽ തന്നെ ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സംഭവമാണ്. അവർക്ക് ഫെമിലിയർ ഫേസസ് ഉണ്ടെങ്കിൽ അവർ ഇച്ചിരി ഹാപ്പിയാണ്. എന്തിനാ നമ്മൾ ഈ ഇലക്ഷനൊക്കെ തന്നെ നോക്കിയാൽ പോലും സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് വോട്ടിന് നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഫെമിലിയർ ഫേസസിന് ഇവിടെ വലിയൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് വരണം. അപ്പം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന ആളുകളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് മാത്രം വന്നാൽ പോരാ, അതേപോലുള്ള ക്വാളിറ്റിയും കൂടി വരികയാണെങ്കിൽ നമുക്കൊരു പക്ഷെ ISL വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പലർക്കും സത്യം പറഞ്ഞാൽ ഫുട്ബോളിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്വാളിറ്റി പ്ലേയേഴ്സ് വന്ന് കളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. സോ അവരൊന്നും ഈ പറയുന്ന പോലെ ആർക്കും അറിയുക പോലും ഇല്ല. ഇപ്പോ ഈ ഫെഡോർ എന്ന് പറയുന്നത് അറിയാലോ, ലിത്വാനിയയുടെ ക്യാപ്റ്റൻ ആണ്. അതായത് ഒരു യൂറോപ്യൻ കൺട്രിയുടെ ക്യാപ്റ്റൻ ആളിവിടെ വന്ന് കളിച്ചു. അതേപോലെ ഇവാൻ കലൂഷ്നി കരണ്ട് ഉക്രൈന്റെ നാഷണൽ സ്ക്വാഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഒക്കെ ഇവിടെ വന്ന് കളിച്ചു. പക്ഷെ ഇവരൊക്കെ ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളെയാണ് ISL കൊണ്ടുവരുന്നത്, ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത്, ഓടാൻ വയ്യാത്തവരെയാണ് എന്നൊക്കെ കാണാതെ പറയുന്നതാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഫുട്ബോളിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ ISL തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ അവരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഇനി പ്രയോഗിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മുടെ നാഷണൽ ടീമിന്റെ തന്നെ അവസ്ഥ നോക്കുക, ഭയങ്കര പരിതാപകരമാണ്. അപ്പോ ഇതിന്റെയൊക്കെ കാരണം എല്ലാം തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മൾ AIFനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വരെ നമ്മളിവിടെ മറന്നു പോയിരിക്കുന്നു. അപ്പോ ISL തന്നെ നമുക്ക് ഒരുപാട് പുതിയ യങ് ടാലന്റുകളെയും അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ സ്ക്വാഡിലേക്ക് ഒരുപാട് പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പം ISL താഴേക്ക് പോകുമ്പോൾ അത് നമ്മുടെ നാഷണൽ ടീമിനെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാഷണൽ ടീമൊക്കെ ഒരു ഫ്രണ്ട്ലി കളിച്ചിട്ട് തന്നെ എത്ര നാളായി ഒരു ഐഡിയ ഇല്ല. അപ്പോ നമ്മളിങ്ങനെ ഫുട്ബോളിനെ ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ്സ് വിചാരിച്ചാൽ പൊക്കിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ, പക്ഷെ അവർ വിചാരിക്കുന്നില്ല. അപ്പോ അതിനൊക്കെ ഗവൺമെന്റ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ലാഭം വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? അപ്പൊ ഗവൺമെന്റ് നിലകൊള്ളുന്നത് ലാഭം മാത്രം നോക്കിയിട്ടല്ല. ഗവൺമെന്റ് നിലകൊള്ളുന്നത് ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ലാഭം വരും. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചി മെട്രോ നമുക്ക് എടുക്കാം. കൊച്ചി മെട്രോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പൊ തന്നെ ലാഭം കിട്ടും എന്നുള്ള രീതിയിലാണോ മെട്രോ വന്നത്? മെട്രോ വന്നിട്ട് എത്ര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മെട്രോയിൽ നിന്ന് ലാഭം കിട്ടി തുടങ്ങിയത്. അപ്പൊ മെട്രോ വന്നത് നമുക്ക് നമ്മുടെ ആവശ്യമാണ്. അപ്പോ ഇന്ന് അങ്ങോട്ട് ചെയ്ത് നാളെ ലാഭം കിട്ടണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റേഡിയംസ് തന്നെ നോക്കുക. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സ്റ്റേഡിയം പണിയുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ലാഭം എന്നുള്ളതാണ്. ലാഭമൊക്കെ വരും, ആദ്യം അതിനുള്ള പരിപാടി നോക്കുക. കാരണം നഷ്ടമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ നഷ്ടമുള്ള കാര്യങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നാഷണൽ ഗവൺമെന്റിന്റെ അടുത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ശബരിമല എന്ന് പറയുന്ന സാധനത്തിലൊക്കെ, ഞാൻ വേറെ ടോപ്പിക് ഒന്നും പിടിക്കുകയല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞാൽ ശബരിമല എന്ന് പറയുന്ന സാധനം കൊണ്ടൊന്നും ഗവൺമെന്റിന് വലിയ ലാഭം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ വരുന്ന വഞ്ചിക്കകത്ത് വീഴുന്ന പൈസയും അവിടുത്തെ വഴിപാട് പൈസയൊക്കെ അവിടുത്തെ ദേവസ്വം ബോർഡിലാണ് പോകുന്നത്. സോ അവിടുത്തെ സാലറി കൊടുക്കാനും അവിടുത്തെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. പല സമയത്തും ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അവിടെ ക്യാഷ് തികയാതെ വന്നിട്ട് ഗവൺമെന്റ് ഇവർക്ക് കോടികൾ ഇവർക്ക് ശബരിമലയിലേക്ക് ആവശ്യത്തിനായിട്ട് ഗവൺമെന്റിന്റെ ഖജനാവ് നിന്ന് കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം. ഇപ്പൊ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം, അവിടെ എത്രയോ കോടി രൂപയുടെ സമ്പത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എടുക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ പറ്റുന്നില്ല. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി പരിപാടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ക്യാഷാണ് ഗവൺമെന്റിൽ നിന്ന് പോകുന്നത്. പോട്ടെ, നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല, അതിന് തന്നെ അതിന്റെ സെക്യൂരിറ്റി പരിപാടി, ക്ലീനിങ്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ നഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ലാഭം നമ്മൾ കണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ പിന്നെ ആളുകളുടെ നീഡ്സ്, അവരുടെ വികാരം, മതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഗവൺമെന്റിന് വരുന്നുണ്ട്. ഒരു രീതിയിൽ ലാഭം കിട്ടത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പല നഷ്ടങ്ങളും നമ്മുടെ ഗവൺമെന്റ്, അതായത് നമ്മുടെ ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഭാവിയിൽ ലാഭം ഉണ്ടായേക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പൊ ഫുട്ബോളിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നുകൂടാ? സോ ക്രിക്കറ്റിന് ഇവിടെ നല്ല ബേസ് ഉണ്ട്. ക്രിക്കറ്റിനെ നമ്മളിനി
ക്രിക്കറ്റിനെ നമ്മളിനി നോക്കണ്ട, അത് തന്നെ കയറി പൊക്കോളും. ക്രിക്കറ്റിന് ഇനി ഒരു എന്താ ഒരു താങ്ങിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ക്രിക്കറ്റിനെ ബാക്ക് ചെയ്യാൻ ക്രിക്കറ്റിന് തന്നെ കഴിയും. പക്ഷെ ഇവിടെ ഒരു ബാക്കിംഗ് വേണ്ടത് ഫുട്ബോളിനാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയമാണ്. ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഭയങ്കര ഒരു ബോറ് പരിപാടിയായി പോകും. നമുക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും. നമ്മളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഇവിടെ ഇല്ലാതെ ആയി പോകും. അപ്പോൾ ഫുട്ബോളിനെ കൂടി ശ്രദ്ധിക്കുക. ISL ഒക്കെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്വാളിറ്റി ഫുട്ബോൾ ഇവിടെ നടക്കണം, അല്ലെങ്കിൽ കുറച്ച് ഫെമിലിയർ ഫേസസ് വരണം. അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. സോ അതിനൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യാം എന്നുള്ളതൊക്കെ AIFF ആണെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. സോ ഇനിയെങ്കിലും ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഗ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ലീഗിനെ തന്നെ ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു ഓൾറെഡി. സോ തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും പൊടിക്കൈകൾ ശ്രമിച്ചേ പറ്റൂ. താങ്ക് യു.